ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലൻ ഗോമതി സ്റ്റോറിൽ പോകുന്ന സമയത്ത് കൂടെ ദേവിയും പോകുന്നല്ലോ. ആ സമയത്താണ് ദേവി ഒരു സത്യം രാമേട്ടനിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. 2-3 ദിവസമായിട്ട് ഉച്ചയ്ക്ക് ഊണൊന്നും ഇല്ല. ബാലൻ ഭയങ്കര വിഷമത്തിലാണ് നടക്കുന്നതെന്ന് അറിയുമ്പോൾ ദേവിക്ക് നല്ല സങ്കടമാവാണ്. അപ്പോൾ ദേവി ബാലനെ വഴക്ക് പറഞ്ഞു കേട്ടോ. അച്ഛാ, ഇങ്ങനെയൊന്നും ആയാൽ പറ്റത്തില്ല. അച്ഛൻ നമ്മുടെ വീടിൻ്റെ നെടും തൂണല്ലേ. അച്ഛൻ തളർന്നു പോയാൽ പിന്നെ നമ്മളൊക്കെ എന്താ ചെയ്യുക? അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ തളർന്നിരിക്കരുത്. വീട്ടിൽ പോയി ഊണ് കഴിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് പറയാം കേട്ടോ. ബാലൻ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ലെങ്കിലും അപ്പോൾ ദേവിയും ധർമ്മനും ഒക്കെ പറയണ്ട. അളിയൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ 2 ദിവസമായിട്ട് ഞാനും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്നില്ല. ഓ, അങ്ങനെ ഒരു കാര്യമുണ്ടോ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, എന്നാൽ എല്ലാവർക്കും കൂടി ഇതിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിക്കാം. അപ്പോൾ ബാലൻ പറയാം, ആകെ ഇച്ചിരി ചോറ് കൊണ്ടുവന്നെടുത്ത് ഇനി ഷെയർ ചെയ്യാനൊന്നും നിൽക്കേണ്ട മോളെ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. പോണോ അച്ഛാ? പോയേ പറ്റൂ. ഞാൻ എന്തെല്ലാം സങ്കടങ്ങൾ മറന്നിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒക്കെ ഓർത്ത് ഇനി ഇരുന്നാൽ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അതുപോലെ അച്ഛനും ചിന്തിക്കണം. ശരിയാണ് ദേവി പറയണമെന്ന് തോന്നി കേട്ടോ. അങ്ങനെ ദേവി പറയാണ്, വീട്ടിൽ പോയി അച്ഛൻ ഊണ് കഴിച്ചു എന്നറിഞ്ഞ് അമ്മയുടെ ഞാൻ വിളിച്ച് ചോദിക്കും, എന്നാൽ മാത്രമേ ഞാനിവിടെ ഊണ് കഴിക്കുള്ളൂ. അതിന് യാതൊരു മാറ്റമില്ലെന്ന് പറയാം കേട്ടോ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ആ സന്തോഷത്തിലായിട്ട് അവർ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അന്ന് രാത്രിയാകുമ്പോഴത്തേക്കിനും ആനന്ദ് വരുന്നുണ്ട് കേട്ടോ. ആനന്ദ് ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ മുറിയിൽ ദേവിയെ കാണുന്നില്ല, പുറത്തൊന്നും കാണുന്നില്ല. ഇല്ലെങ്കിൽ ആനന്ദ് വരുമ്പോൾ ഓടി വരുന്നതാണല്ലോ. ഇവിടുന്ന് എവിടെ പോയി എന്നും പറഞ്ഞ് വെളിയിൽ വന്ന് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ദേവി എന്തിയെന്ന്. ആ, ദേവി എന്തി? ഇപ്പോൾ വരും, കടയിൽ പോയിക്കുക. കടയിലോ? ആ, ഗോമതി സ്റ്റോറിൽ. അത് ശരി. അവൾക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവളെ എന്തിനാണ് പറഞ്ഞു വിടുന്നത്? മാവൻ വരുമ്പം കൊണ്ടുവരില്ലേ, അല്ലെങ്കിൽ അച്ഛൻ വരുമ്പം കൊണ്ടുവരില്ലേ? അതെങ്ങനെയാ? അവൾ പോവേണ്ട, അവൾ തന്നെ പോകണ്ടേ? എന്തൊക്കെയാണ് അമ്മ പറയുന്നത്? എടാ, ഇന്നും ഒരു ദേവി ഗോമതി സ്റ്റോറിൽ ജോലിക്കായിട്ട് പോയിട്ടുണ്ട്. അവളെ എന്തിനാ അങ്ങോട്ട് വിട്ടത്? അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എന്ത് ജോലി? നീ എന്താ ഇങ്ങനെ ദേഷ്യം പോലെ ചോദിക്കുന്നത്? നിനക്കെന്താ അവൾ പോയത് ഇഷ്ടമായില്ലേ? അത് ശരിയാവില്ല, അതുകൊണ്ടാണ്. ആ, അത് ശരി. ഇപ്പം അങ്ങനെയായോ? അമ്മ എന്ത് പണിയാണ് കാണിച്ചത്? അവളെ വിടണ്ട. നീ എന്താടാ ഇങ്ങനെ? നമ്മുടെ ഗോമതി സ്റ്റോറല്ലേ. അവളുടെ മനസ്സ് നീ ഒന്ന് ആലോചിച്ച് നോക്കിയോ. എത്ര ദിവസമായി ആ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് അവളിങ്ങനെ വീട്ടിലിങ്ങനെ അടഞ്ഞു മൂടാൻ തുടങ്ങിയിട്ട്. ഒന്ന് മനസ്സൊക്കെ ഒന്ന് മാറി അവളും ഒന്ന് ഹാപ്പിയായി വരട്ടെ. അതുകൊണ്ട് തന്നെ അവളൊന്ന് പോയത്. അമ്മ വിചാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇപ്പം അവളെ വിടേണ്ട ആവശ്യമില്ല. ഓ, അത് ശരി. അപ്പം നിനക്ക് തീരെ പിടിക്കുന്നില്ലല്ലേ അങ്ങോട്ട് വിട്ടത്? ശരി, എന്നാൽ പിന്നെ അച്ഛൻ വരട്ടെ, ആലോചിച്ചിട്ടൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ബാലനും ദേവിയും കൂടെ വരിക കേട്ടോ. അപ്പോൾ തന്നെ, ആ, ദേ വന്നിട്ടുണ്ട് നിൻ്റെ ഭാര്യയും അച്ഛനും. നീ എന്നെ ചോദിക്കുക അങ്ങോട്ട് എന്ന് ഗോമതി പറയാം കേട്ടോ. എന്താ ഗോമതി പ്രശ്നം? അല്ല, ഇവളെ എന്തിനാ ഗോമതി സ്റ്റോറിൽ വിട്ടത്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു എന്നോട് തട്ടിക്കയറാൻ വരുവാ ഈ ആനന്ദ്. ആണോടാ? അപ്പോൾ ദേവിക്ക് കാര്യം പിടിയിട്ട് കേട്ടോ. എന്നാലും ഇവരുടെ മുന്നിൽ വെച്ചൊന്നും പറയണ്ടല്ലോ. പക്ഷേ ആനന്ദ് മനസ്സ് വിചാരിക്കുക, നാശം, ഇനി അവിടെയും കൂടെ ഇവിടെ പോയി അവളെ കള്ളത്തരം കാണിച്ച് മുടിപ്പിച്ച് വയ്ക്കും. അതിനാണ്. പക്ഷേ പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് മനസ്സിൽ തന്നെ അത് പറയാണ്. അന്നേരം ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താ ആനന്ദേ, നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ അവൾ എൻ്റെ കടയിലൊക്കെ വരുന്നതിന്? ഏയ്, ഒന്നുമില്ല അച്ഛാ, ഞാൻ പിന്നെ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ എന്തിനാ നീ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്? ദേ, ഞാനൊരു കാര്യം പറയാം. 2-3 ദിവസമായിട്ട് എൻ്റെ മനസ്സേ ശരിയല്ല. ഇന്നൊന്ന് ശരിയായി വന്നതേ ഉള്ളൂ. ഞാൻ അല്പം ഒന്ന് സന്തോഷിക്കുന്നു. അത് നീയായിട്ട് ഇല്ലാതാക്കല്ലേ മോനെ എന്ന് പറയാം. അത് ശരിയാണല്ലോ. ശരി, ഞാനൊന്നും പറയുന്നില്ല, എനിക്കൊന്നുമില്ല അച്ഛാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആനന്ദ് നേരെ മുറിയിലേക്ക് പോവാട്ടോ. അപ്പോഴാണ് ദേവി അങ്ങോട്ട് ചെല്ലുന്നത്. ദേവിക്കാണെങ്കിൽ അവിടെ ഇട്ട് പൊരിഞ്ഞ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആനന്ദ്. നീ എന്ത് ഭാവിച്ചാടി അങ്ങോട്ട് പോയത്? നിനക്ക് നാണം ഉണ്ടോടി ചെന്ന് കയറാൻ? ഇത്രയൊക്കെ എൻ്റെ കുടുംബത്തെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും ഞങ്ങളെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വീണ്ടും അവിടെ അതും കൂടെ നശിപ്പിക്കണോടി നിനക്കെന്ന് ചോദിക്കുക. അയ്യോ ആനന്ദേട്ടാ, ഇങ്ങനെ കിടന്ന് ഉച്ചത്തിൽ പറയല്ലേ, ഇവിടെ അമ്മയൊക്കെ കേൾക്കും. പോയി കഥ കടച്ചിട്ട്, എന്നാൽ പിന്നെ കഥ കടച്ചിട്ട് സംസാരിക്കാമെന്ന് പറയാട്ടോ. അപ്പോൾ തന്നെ ദേവി പറയുന്നുണ്ട്, ശരി, ഞാൻ തെറ്റ് ചെയ്തവൾ തന്നെയാണ്. പക്ഷേ ഞാൻ മനഃപൂർവ്വമല്ല. എൻ്റെ വീട്ടുകാർ ചെയ്ത തെറ്റിന് ഞാൻ കൂട്ടു നിൽക്കേണ്ടി വന്നു. ആ തെറ്റിന് ഇനിയൊരു പ്രായശ്ചിത്തം ഇല്ല, എനിക്കത് മനസ്സിലാവണുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഗോമതി സ്റ്റോറിൽ പോയേ പറ്റുള്ളൂ. അച്ഛൻ്റെ അവസ്ഥ കണ്ടല്ലോ, അമ്മയും അച്ഛനും ഒക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന്. അച്ഛൻ 2 ദിവസം കൂടി ഉച്ചയ്ക്ക് ഊണ് പോലും കഴിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നു അത്? അത്രയ്ക്ക് മാനസിക സംഘർഷത്തോടുകൂടി അദ്ദേഹം നടക്കുന്നത്. ഞാനിപ്പോൾ അവിടെ പോയിരിക്കുന്നത് ഒരു കൈ സഹായത്തിന് വേണ്ടി മാത്രം, അല്ലാതെ അതൊന്നും എൻ്റെ തലയ്ക്ക് എടുക്കാനൊന്നും അല്ല. അവിടെ പോയി നീ എന്ത് മലമറിക്കാനടി? ഒന്നും മലമറിക്കാനില്ല ആനന്ദേട്ടാ. സ്വന്തം അച്ഛനോട് ആനന്ദേട്ട സ്നേഹമില്ലേ? നമ്മുടെ ബാലച്ചന് എന്തെങ്കിലും പറ്റിയാലോ, എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാലോ ഏറ്റവും കൂടുതൽ തകരുന്നത് ആരാന്നറിയോ? ഈ പറയുന്ന ആനന്ദേട്ടൻ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു സഹായത്തിന് വേണ്ടി അങ്ങോട്ട് പോകുന്നത്. ഓ, നിൻ്റെ മഹാമാനസ്കതയൊന്നും എനിക്ക് വേണ്ടടി. നീ മര്യാദയ്ക്ക് ഇവിടെ എല്ലാവരോടും തുറന്ന് പറഞ്ഞോളണം. എല്ലാവരും വഞ്ചിച്ചിട്ടാണ് നിൽക്കുന്നത്. അതെങ്ങാനും ഇവർ അറിഞ്ഞുള്ള സ്ഥിതി നീ ആലോചിച്ചിട്ടുണ്ടോ? അതെ, എന്തെങ്കിലും ഒരു ദിവസം അറിയും, എനിക്കറിയാം.
പക്ഷേ ഇപ്പം എന്തായാലും തൽക്കാലം ഞാൻ എങ്ങും പോകാനും ഈ വീട് വിട്ട് പോകാനും തീരുമാനിച്ചിട്ടില്ല. എന്താടി പറയുന്നതിനപ്പുറമായിട്ട് നിനക്കൊരു തർക്കുത്തരം പറച്ചില്? തർക്കുത്തരം അല്ല, നമ്മുടെ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ, അല്ലാതെ എനിക്ക് ഇവിടുന്ന് ഒന്നും എടുത്തുകൊണ്ട് പോകാനോ ലാഭം കിട്ടാനോ അല്ല. ആനന്ദേട്ട ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനേ ഏറ്റവും കൂടുതൽ സ്നേഹം എന്താണെന്ന് അനുഭവിച്ചത് ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ്. സഹോദര സ്നേഹം എന്താണെന്നും ഒരു പ്രയോജനം പ്രതിഫലത്തിന് വേണ്ടി അല്ലാതെ മക്കളെ സ്നേഹിക്കുന്നതും ഒക്കെ ഇവിടുത്തെ അച്ഛനും അമ്മയെന്ന് കണ്ട് ഞാൻ ജീവിച്ചു തുടങ്ങിയതാണ്, അറിയോ? അപ്പോൾ അങ്ങനെ എൻ്റെ കുടുംബത്തിനേക്കാളും നല്ലൊരു സന്തോഷം ഈ വീട്ടിൽ കിട്ടി. അങ്ങനെ അവരെന്നെ മോളെപ്പോലെ നോക്കുകയാണ്. അങ്ങനെയുള്ള ഈ കുടുംബത്തിന് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ തകർത്തെറിഞ്ഞിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. എല്ലാം തുറന്ന് പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ തുറന്ന് പറയും. ഇപ്പം എനിക്കതിനാവില്ല എന്നൊക്കെ ഇങ്ങനെ ദേവി കട്ടായിട്ട് പറയാം. ശരി, ഞാനേ അച്ഛൻ കൊണ്ടുവന്ന കണക്കുകളും കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഏൽപ്പിക്കാനുള്ളതാണ്. ഞാൻ പുറത്തോട്ട് പോവാം, അത് കഴിഞ്ഞ് ഞാൻ വരാം. അപ്പോഴും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആനന്ദേട്ട സംസാരിക്കുക എന്ന് പറഞ്ഞ് ദേവി ഇറങ്ങി പോവാട്ടോ. ആനന്ദത്തിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ. ആനന്ദം മനസ്സിൽ വിചാരിക്കുക, ഇവളെ എങ്ങനെയാണ് ഇവിടെ നിന്ന് പുറത്ത് ചാടിക്കണത്? ഇവളെ എങ്ങനെയെങ്കിലും അവളെ വീട്ടിലേക്ക് ഓടിച്ചേ പറ്റുള്ളൂ. ഈ വഞ്ചയ്ക്ക് ഇവിടെ നിർത്തിയേ പറ്റില്ല. ഇങ്ങനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണട്ടോ നമ്മുടെ ആനന്ദ്. അപ്പോൾ ദേവി കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടി കൃത്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മീനാക്ഷിക്ക് ഒരു കപ്പ് പായസം കൊണ്ടുവരിക കേട്ടോ. ദേവി ഭയങ്കര സന്തോഷത്തിൽ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവർക്കും വലിയ സന്തോഷമായി. ദേവിയടുത്ത് എന്തായാലും കടയോട്ടങ്ങ് ഇണങ്ങി ചേർന്നില്ല ഇത്ര പെട്ടെന്ന്. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലല്ലോ, ഇതിന് മുന്നും പോയിട്ടുള്ളതല്ലേ എന്ന് ദേവി പറയാണ്. അപ്പോൾ പായസം കൊണ്ടു കൊടുക്കുമ്പോൾ ഇത് എവിടുന്നാ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം മിത്രയും വരുന്നുണ്ട് കേട്ടോ. അപ്പം മിത്രയാണോ ഉണ്ടാക്കിയത് അതോ മീനാക്ഷിയാണോ ഉണ്ടാക്കിയത്? എന്തെങ്കിലും വിശേഷമുണ്ടോ? എന്തായിരിക്കും വിശേഷം? ചേച്ചിയൊന്ന് ഓർത്ത് പറ. അപ്പോൾ ചിലപ്പം പെട്ടെന്ന് തോന്നുന്നു, അതോ ഇനി അനിമോളുടെ റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടാക്കിയതാണോ നിങ്ങളാരെങ്കിലും? സത്യം അതാണ്, പക്ഷെ ഞങ്ങളല്ല ഉണ്ടാക്കിയത്. പിന്നെ ആരാണ്? സുകന്യ ചേച്ചിയോ? പിന്നെ അടുക്കളയിൽ കയറാത്ത സുകന്യ ചേച്ചി. പിന്നെ ആരുണ്ടാക്കാൻ? അമ്മയാണോ? അതേ ദൈവമേ, അമ്മയോ അനിമോൾക്ക് വേണ്ടിയിട്ടോ? ഇതുവരെ അത് സർപ്രൈസ് ആയി പോയല്ലോ. എന്തായാലും പായസം കുടിക്കുക. അച്ഛൻ്റെ ചെവിയിലെങ്ങനെ ഇത് അറിയല്ലേ? അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗുലുമാലാവും നടക്കാമെന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് ബാലൻ അങ്ങോട്ട് വരിക കേട്ടോ. ഇവരുടെ സംസാരവും പെട്ടെന്നുള്ള നിർത്തലവും ഒക്കെ കാണുമ്പോൾ എന്താ മക്കളെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമാണ് കേട്ടോ എന്ന് പറഞ്ഞ് പൈസയും കാര്യങ്ങളൊക്കെ ദേവി കൊണ്ട് ബാലന് കൊടുക്കാം കേട്ടോ. ബാലൻ നോക്കുമ്പോൾ 10-12,000 രൂപ കൂടുതൽ കളക്ഷൻ വന്നിട്ടുണ്ട് ഇന്ന്. നല്ല കച്ചവടമുണ്ട്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രശംസിക്കുക കേട്ടോ നമ്മുടെ ദേവീനെ. അപ്പോൾ ദേവി പറയാം, അച്ഛാ കച്ചവടം കുറയണ സമയം വരും, അന്നേരം എന്നെ വഴക്ക് പറഞ്ഞേക്കല്ലേ? അത് പറയും എന്ന് ബാലൻ പറയാട്ടോ. അപ്പോഴാണ് മീനാക്ഷി പറഞ്ഞിട്ട്, ഇങ്ങനെ പോയാലേ കച്ചവടം കൂടിയ കുറച്ചുകൂടെ കൂട്ടാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. നമുക്ക് ഹോം ഡെലിവറി പോലെ എന്തെങ്കിലും ചെയ്താലോ? ബാലൻ പറയാം, മോളെ അതിനൊക്കെ പിന്നെ ഒരു സ്റ്റാഫിൻ്റെ കൂടെ ആവശ്യം വരും. നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ എൻ്റെ ആവശ്യമുണ്ടോ? കച്ചവടം കൂടുമ്പോഴേ നമുക്കൊരാളെ കൂടെ എടുക്കാം, അതല്ലേ നല്ലത്. അങ്ങനെ അവരങ്ങനെ സന്തോഷത്തിൽ പ്ലാൻ ചെയ്യാം കേട്ടോ. മുറിയിലാണെങ്കിൽ സുകന്യ കട്ട കലിപ്പിലാണ്. കാരണം ധർമ്മനോട് പറയണ്ട, എനിക്കും വിദ്യാഭ്യാസവും വിവരവും പിന്നെ അത്യാവശ്യ സൗന്ദര്യവും ഒക്കെ ഉണ്ട്. എന്നിട്ടും നിങ്ങളൊക്കെ എന്ത് പണിയായി കാണിക്കുന്നത്? എന്താണ് ഈ കുഴപ്പം? നിനക്കിതെല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഈ ദേവിയെ മാത്രം എന്തിനാണ് അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് ഗോമതി സ്റ്റോറിൽ? എന്നെയും കുറഞ്ഞ് വിടായിരുന്നു. അങ്ങനെ നീ ചിന്തിക്കരുത്. ഇപ്പോൾ ദേവിയുടെ അവസ്ഥ നിനക്കറിയാമല്ലോ. അവൾ അതിൽ നിന്നും ഒന്ന് മാറി വരണമെങ്കിൽ കുറച്ച് മാറ്റം വരണം. അതുകൊണ്ടാണ് അവളെ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പിന്നെ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളാരും അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഗോമതി സ്റ്റോർ എന്തോ നമ്മുടെ ധർമ്മനെ എഴുതി തരാൻ പോവാണ്, പാതി ഷെയറുള്ളതാണ് എന്നൊക്കെ വലിയ ഗമയിൽ പറയാമല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്കും അവിടെ പോകണം, ഞാനും അവിടെ പോയി നിൽക്കും. അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ എന്ന്. എടി സുകന്യ, നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഈ വീട്ടിൽ പരസ്പരം തമ്മിൽ തല്ലേയില്ല, വഴക്ക് കൂടെയില്ല. നമ്മൾ അത്ര സഹോദര സ്നേഹത്തോടെ പോകുന്ന ഒരു കുടുംബമാണ്. നീയായിട്ടത് തല്ലിക്കെടുത്തരുത്. ഞാനൊന്നും തല്ലിക്കെടുത്തുന്നില്ല, പക്ഷേ എൻ്റെ അവകാശം എനിക്ക് കിട്ടിയിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ നിൽപ്പാട്ടോ നമ്മുടെ സുകന്യ. തൊട്ടപ്പുറത്തെ റൂമിൽ ആരും അതിലും വലിയ കലിപ്പിലാണ് കേട്ടോ. കാരണം കൈ കിട്ടിയിട്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് അലോകന തൊട്ടടുത്ത് വന്ന് നിന്നിട്ട്. കാരണം മിത്ര പിടിച്ച് വലിച്ചുകൊണ്ട് വന്നില്ലേ, അതിൻ്റെ ദേഷ്യത്തിലാണ്. അപ്പം മിത്ര പറയുന്നുണ്ട്, ആരും ഇങ്ങനെ കിടന്ന് ചാടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അവളിപ്പം അവൻ്റെ ഭാര്യയാണ്. നമ്മളായിട്ട് ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഒരു പക്ഷേ അവൾ തന്നെ പറയും, നിങ്ങൾ എന്തിനാണ് ഇതിൽ ഇടപെടുന്നത്? എൻ്റെ ഭർത്താവല്ലേ അത് എന്നെ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നതും എന്നെ ദേഷ്യപ്പെടുന്നതും ഒക്കെ. നിങ്ങൾക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ പിന്നെ ആര്യൻ്റെ സംസാരിക്കാൻ വോയിസ് ഉണ്ടോ? എടി, അവളൊരു പഞ്ചപാവം ആയിരിക്കും. അനിമോളെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവനോട് പോയി അടിയുണ്ടാക്കുക എന്നല്ല വേണ്ടത്. സമാധാനമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക, അതാണ് വേണ്ടത്. പക്ഷേ ഇതിലെന്തോ കള്ളക്കളി ഉണ്ട് മിത്രേ, ഞാൻ വിട്ടുകൊടുക്കില്ല, നോക്കിക്കോ എന്നും പറഞ്ഞ് ആര്യൻ അങ്ങ് ഭയങ്കര ദേഷ്യത്തിലാട്ടോ. സത്യങ്ങളെല്ലാം
ഇത് എന്താണെന്നുള്ളത് മിത്രയും മീനാക്ഷി അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഒരു കാരണവശാലും ആരോടും തുറന്നു പറയില്ലെന്ന് അനുമോൾക്ക് കയ്യിൽ അടിച്ച് സത്യം ചെയ്ത് വാക്ക് കൊടുത്ത കാരണം ഇവർക്കത് മിണ്ടാനും പറ്റുന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ആരിൻ്റെ ദേഷ്യം അടക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ പ്രശ്നത്തേക്ക് കൊണ്ടെത്തിക്കുമെന്ന് നമ്മുടെ മിത്ര വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്